പാലക്കാടിന്റെ മണ്ണിൽ സീറ്റുമില്ലെന്നറിഞ്ഞ് പാതിര നേരം നോക്കി CPM കടന്ന് രാഹുലിൻ വരവും കണ്ട് സരിനും പാടെ കുഴഞ്ഞ് രാപ്പകലോടി നടന്ന് ഏമാനേറിൽ കൂടുങ്ങി. രാഹുലിൻ്റെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇനിയുള്ള ദിവസങ്ങൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം തീച്ചൂളയിൽ നിൽക്കുന്ന പോലെയാണ്. ഉടനെ അന്വേഷണ സംഘം അദ്ദേഹത്തെ വളയും അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെയാണ്. കാരണം ഏറ്റവും കത്തി നിൽക്കുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റേതായതുകൊണ്ട് അത് നമുക്ക് ചർച്ച ചെയ്ത് പോയേ പറ്റൂ. പക്ഷേ അതിനു മുമ്പായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കണമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സശ്രദ്ധം വീക്ഷിക്കണം. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യാനിടയായ ചില സാഹചര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കേൾക്കണം. മുഴുവൻ കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലിടണം. ഏതൊരു തെരഞ്ഞെടുപ്പും നമുക്കറിയാം, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മളെ ഭരിക്കേണ്ടത് ആരാണ് എന്ന് നമുക്ക് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അങ്ങനെ ഒരു അവസരമാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന് നിൽക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണം എന്ന് പറഞ്ഞാൽ ലോക്കൽ ബോഡികളിലേക്കുള്ള പഞ്ചായത്തിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക്, കോർപ്പറേഷനിലേക്കൊക്കെ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞാൽ കേരളം ആര് ഇനി ഭരിക്കണം അടുത്ത 5 കൊല്ലം എന്നും തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനും നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളോടും നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോടും സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഭരണത്തിലിരിക്കുന്ന കക്ഷി തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ തങ്ങൾ എന്തു ചെയ്തു, ഇനി എന്തു ചെയ്യും എന്ന് ജനസമക്ഷം അവതരിപ്പിച്ച് വീണ്ടും തുടർച്ചയായ ഭരണത്തിന് മാൻഡേറ്റ് തേടുന്നതാണ് ഒരു പതിവ്. പ്രതിപക്ഷത്തിലിരിക്കുന്നവരാകട്ടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന ഭരണത്തിൻ്റെ ദോഷവശങ്ങൾ എന്ത്, തങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ജനസമക്ഷം അവതരിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലെത്താൻ ശ്രമിക്കുകയാണ്. അവരൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിത സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയും കൂട്ടുമുന്നണിയോ എന്ത് ചെയ്യും എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കുന്നു. അത് ജനങ്ങൾ സ്വീകരിച്ച് വോട്ട് ചെയ്യുക. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവിതമായി ഒരു ബന്ധവുമില്ലാത്ത ചില വിഷയങ്ങളെ കത്തിപ്പെരുപ്പിച്ചു വിടും. അങ്ങനെ പ്രധാനപ്പെട്ട ജീവിത പ്രശ്നങ്ങളിൽ നിന്നും അതിൻ്റെ ചർച്ചകളിൽ നിന്നും വഴിതിരിച്ചു വിട്ട് ഈ വളരെ വൈകാരികമായ ചില വിഷയങ്ങൾ പെട്ടെന്ന് ജനങ്ങളെ വികാരങ്ങളും ആവേശമൊക്കെ ഉണർത്തുന്ന ചില തരത്തിലുള്ള വിഷയങ്ങളൊക്കെ കൊണ്ടുവരും. അതിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 വിഷയങ്ങളാണ് പൊന്തി വന്നത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിൻ്റെ ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോഴാണ് പൊടുന്നനെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പൊടുന്നനെ ഒരു വോയിസ് മെസ്സേജും വാട്സപ്പ് മെസ്സേജും ഒക്കെ ഒരു മീഡിയ പുറത്തുവിടുന്നു. പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന വലിയൊരു കോലാഹലം കത്തി അങ്ങ് ഏത് ലെവലിലെത്തി നിൽക്കുന്നു എന്ന് പറയുകയ്യ. എന്ന് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ മാറി ഈ മീഡിയ ഇപ്പം ഇതിൻ്റെ പുറകെയാണ്. തീർച്ചയായും പെൺവിഷയമായതുകൊണ്ട് അത് കേൾക്കാനും ആസ്വദിക്കാനൊക്കെ ഒരുപാട് പ്രേക്ഷകരുണ്ടാവുന്നതുകൊണ്ട് തീർച്ചയായും അതിനാണ് വ്യൂവർഷിപ്പ് കിട്ടുക. അതിനുവേണ്ടി ചാനലുകളൊക്കെ അതിനുവേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അത്തരം ഒരു ഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. കാരണം രാഹുലിൻ്റെ വിഷയം ചർച്ച ചെയ്യുന്ന പല വീഡിയോയ്ക്ക് താഴെയും എന്തുകൊണ്ട് നിങ്ങൾ സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുന്നില്ല
എന്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരുന്നു? സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്കയുണ്ടാകും. കാരണം സ്വർണ്ണക്കൊള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ട് ഞങ്ങൾക്ക് അധികാരത്തിലെത്താമെന്ന് UDF വിചാരിക്കുന്നുണ്ടാവും, BJP വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ LDF വിചാരിക്കുന്നത് അത്തരം ചർച്ചകളിൽ നിന്ന് ഇത് വഴിമാറ്റി മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോയാൽ തങ്ങൾക്ക് അനുകൂലമായി കിട്ടുമെന്ന് അവരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് രണ്ടുമല്ലാത്ത വിഷയങ്ങളാണ് പ്രാധാന്യമെന്നറിയാം. അവൻ്റെ നിത്യജീവിതം എന്താണ്, അവൻ്റെ ജീവിത സൗകര്യങ്ങൾക്ക് എന്താണ് ഇവിടെ നടക്കുന്നത്, വില നിലവാരം എന്താണ്, അവൻ്റെ പെൻഷൻ വർദ്ധിപ്പിച്ചോ, അവൻ്റെ ജീവിത സൗകര്യങ്ങൾ കൂടിയോ, അവന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടോ, അവൻ്റെ ആവശ്യത്തിന് കരണ്ട് കിട്ടുന്നുണ്ടോ, ഇത്തരം ചില സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഒരു നേരം പുലർച്ചെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ അവന് നല്ല വെള്ളം വേണം, നല്ല വായു വേണം, നല്ല ഭക്ഷണം വേണം, ജീവിത സൗകര്യങ്ങൾ വേണം, യാത്ര വേണം, ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണം, അസുഖം വന്നാൽ നല്ല ആസ്പത്രികൾ വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഭരണാധികാരികളാണ്. ആ ഭരണം ആരുടെയാണ് നല്ലത്, ഏത് മുന്നണിയുടെയാണ്, ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ആണ് നല്ലത് എന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ട ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിന് മുമ്പ് ഭരണത്തിലിരുന്ന UDF ഉണ്ട്, ഇപ്പോൾ ഭരിക്കുന്ന ഇടതുപക്ഷമുണ്ട്. ഇതെല്ലാം കമ്പയർ ചെയ്യാനായിട്ട് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പ്രധാന ജോലി. അത് നിർവഹിക്കാതെ ഈ വഷളത്തരത്തിൻ്റെ പുറകെ പോകുന്നു എന്നുള്ളതാണ്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ കുറ്റക്കാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, ജയിലിലടയ്ക്കുന്നു. ആ അന്വേഷണം വളരെ സുഗമമായി നടക്കുന്നു എന്ന് കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് ഇത്ര ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നേ. അതെന്താണത് ചർച്ച ചെയ്യേണ്ടത്? അതിവിടെ നിലവിലുണ്ട്, ഒരു നിയമ സംവിധാനം അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മറിച്ച് ഇങ്ങേപ്പുറത്താണെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക ആരോപണവും ബലാത്സംഗമോ എന്തൊക്കെയോ നിറഞ്ഞ വഷളത്തരമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതൊക്കെ ഇനി കോടതി തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ കേട്ടിടത്തോളം വഷളത്തരം നിറഞ്ഞ ഒരു കഥയാണ്, അതിനുള്ള ഒരു വലിയ എപ്പിസോഡാണ്. അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പത്തനംതിട്ടയിൽ കിടന്ന ഒരു യുവ നേതാവിനെ ആദ്യമായി ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മനുഷ്യനെ പാലക്കാട് പോലെയുള്ള എത്രയോ കിലോമീറ്റർ ഇലയുള്ള ഒരു മണ്ഡലത്തിൽ കൊടുന്ന് മത്സരിപ്പിച്ച് കോൺഗ്രസ്സിലെ അനേക വർഷം വേർപ്പൊഴുക്കി എത്രയോ നേതാക്കൾ പാലക്കാട് ഉണ്ടായിട്ടും ഈ മനുഷ്യനെ ഇവിടെ ആരുടെയൊക്കെ താല്പര്യപൂർവ്വം പാലക്കാട് കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് വലിയ ധീരയോദ്ധാവാക്കി എന്ന് മാത്രമല്ല, അത് മത്സരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിലെ പല നേതാക്കളും സ്ത്രീകളടക്കമുള്ള നേതാക്കൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രേ. കാരണം ഇയാൾക്ക് ഇത്തരത്തിലുള്ള ചില സ്വഭാവ വൈകല്യങ്ങളുണ്ടെന്ന് അവർക്ക് നേരത്തെ തന്നെ, കോൺഗ്രസ്സുകാർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. ഇത് മാർക്സിസ്റ്റുകാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷിക്കാരോ പ്രതിപക്ഷ കക്ഷികളോ പറയുന്നതല്ല. കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ ഈ വിവരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം ഈ VD സതീശനടക്കമുള്ള നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നിട്ടും അവരെല്ലാം മറച്ചു വെച്ച് ഷാഫി പറമ്പലിനെ പോലെ വളരെ ഉത്തരവാദിത്തമുള്ള, വളരെ ഡീസൻ്റ് എന്ന് നമുക്ക് പുറത്തേക്ക് തോന്നുന്ന ആ നേതാവിന് ഇതിന് വലിയൊരു പങ്കുണ്ട്. അയാളാണ് കൊണ്ടു നടന്നത്. ഈ മനുഷ്യനെ ധീര യോദ്ധാവാക്കി. കാരണം ഇയാൾക്ക് എല്ലാ കഴിവുണ്ട്, ഇയാൾക്കൊരു പ്രത്യേകതരം കഴിവുണ്ട്. ആരെയും വശീകരിക്കാൻ കഴിയും പെട്ടെന്ന്. വാക്ചാതുരിയുണ്ട്. ആരെയും വളരെ സ്നേഹത്തോടെ കെട്ടിപ്പണരും. പക്ഷെ അതിൻ്റെ പുറകിൽ മറ്റൊരു ലക്ഷ്യമുണ്ട്. ഇയാൾക്ക് വേറൊരു ദ്വിമുഖമുണ്ട് എന്നുള്ളതാണ് ഈ കേട്ട വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. നമുക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ഒരു കൺക്ലൂഷനിലെത്തുന്നു എന്ന് കണക്കാക്കരുത്. കേട്ടറിവ് വെച്ച് മാത്രം ഈ പറയുന്നതാണ്. ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. കാരണം വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നതനുസരിച്ചിട്ട് ഇപ്പം ഈ നിമിഷവും ഈ വീഡിയോ ചെയ്യുന്ന നിമിഷവും ഈ മനുഷ്യനെ പിടികിട്ടിയിട്ടില്ല. കാരണം അത്രയ്ക്ക് കണ്ണിങ്ങാണ് അദ്ദേഹം. അയാൾ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ നിരപരാധിയാണെങ്കിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിട്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ, ഇതിൻ്റെ നിജസ്ഥിതി ഇതൊക്കെയാണ് എന്ന് ഈ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ അയാൾക്ക് പറയാമായിരുന്നല്ലോ. പക്ഷെ അതിനൊന്നും മുതിരാതെ ഓടി നടക്കുകയാണ് അയാൾ. രക്ഷപ്പെട്ടോടുകയാണ്, ഒളിച്ചോടുകയാണ്. അത് തന്നെ ഒരു കള്ളലക്ഷണമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. അയാളുടെ ഈ വശീകരണ ശക്തിയിൽപ്പെട്ട് ധാരാളം സ്ത്രീകൾ ഇപ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ വിചിത്രമായ കാഴ്ച കൂടി കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. പാലക്കാട് ഭാഗത്തുള്ള ചില സ്ത്രീകൾ, വയസ്സായ അമ്മമാരൊക്കെ മാനേ വാ മോനെ, നീ എവിടെ ഒളിച്ചിരിക്കണം, നിന്നെപ്പോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യനില്ല എന്നുവരെയൊക്കെ അത് റീല് ചെയ്യുകയാണോന്നും അറിയില്ല, അവർ തന്നെ പുറത്തു വിടുകയെന്നും അറിയില്ല. എന്തായാലും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇയാളെപ്പോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യനില്ല എന്നാണ് പറയുന്നത്. പക്ഷങ്ങളോടും കോൺഗ്രസ്സിന് വേണ്ടി വേറെപ്പൊഴുക്കി ചുമരെടുത്തും പോസ്റ്റർ ഒട്ടിച്ച് നടന്ന അനേകം മനുഷ്യരുണ്ട്.
അവരെല്ലാം തടഞ്ഞ് ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഈ മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക വഴി കുറേ കോൺഗ്രസ്സുകാർ ചെറുപ്പക്കാരിൽ നിന്ന് പാലക്കാട്ടിൽ നിന്നും ആ പാർട്ടി വിട്ടുപോയി. സരീനടക്കമുള്ള നേതാക്കൾ പോയി. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഇന്ന് പേര് ഇവിടെ പറയാൻ നമുക്ക് സമയം കിട്ടില്ല. ഒരുപാട് പേർക്ക് ഈ പാർട്ടിയായിട്ട് അകലേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഇന്നത്തെ നേതൃത്വമാണ്. അതിന് പ്രതിപക്ഷ നേതാവിന് പോലും അതിന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ വലിയ അറബിക്കടലൊക്കെ ഇളകി വന്നാലും ഞാനൊരു മാറ്റവും വരുത്തില്ല എന്നൊക്കെ ഇപ്പം വീമ്പ് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ വളർത്തുന്ന കാലഘട്ടത്തിൽ ഇതിനെപ്പറ്റി സൂചനയുണ്ടായിട്ട് പോലും അദ്ദേഹം കോൺഗ്രസ് എങ്ങനെയെങ്കിലും അവിടെ ജയിച്ചു വരട്ടെ എന്നുള്ള ഒരൊറ്റ താല്പര്യം അന്വേഷിച്ചുള്ളൂ. ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതല്ല, സമൂഹത്തിൽ ഈ മൊത്തം കോൺഗ്രസ്സിന് ഇനിയും ഒരു 5 വർഷം ഭരണത്തിൽ വരാതിരിക്കാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഈ രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഈ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്കറിയാം. നിങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്കും വിഷയത്തിലൊരു അഭിപ്രായമുണ്ട്. തീർച്ചയായും കുറിക്കണം. സമൂഹ നന്മയെ ഓർത്ത് ഇനിയെങ്കിലും ഇത്തരം വിഷവിത്തുകൾ നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വളർന്നു വരാൻ പാടില്ല. അവർ സമൂഹത്തിനൊരു മാതൃകയാവാൻ പാടില്ല. മനുഷ്യൻ പെർഫെക്റ്റ് ആണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റുകൾ പറ്റും. അത് തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കണം. തീർച്ചയായും വാണിംഗ് കൊടുക്കണം. ഒരിക്കലും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റി അത് ഒരാളുടെ അടുത്ത് പറ്റാം. നാട്ടിൽ നടക്കുന്ന സകല സ്ത്രീകളെത്തും അല്ലെങ്കിൽ ഇത്തരം ചില ആഭാസത്തരമായി സമീപിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അയാളുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് വലിയൊരു ബ്രിഗേഡ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അയാളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും രംഗത്തുള്ളത്. ഇന്ന് പോലും നിരവധി പേരാണ് രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ നിജസ്ഥിതി കോടതിയിൽ തീരുമാനിക്കുന്നത് വരെയെങ്കിലും ഇവർക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. അതാണ് അതിൻ്റെ ശരി എന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെങ്കിൽ അത് കുറിക്കുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.